കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളുടെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പുസ്തകം 43-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എഗസ്കേലിനെ ദൈവം ഒരു ദൂതൻ മുഖാന്തരം ഒരു ആലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ അകവും പുറവും എല്ലാം ചുറ്റി സഞ്ചരിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ 43-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കിഴക്കേ കവാടത്തിൽ വന്ന് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവമഹത്വം കിഴക്കേ വാതിലിലൂടെ ആലയത്തിൽ പ്രവേശിക്കുന്നതായി കാണുന്നു. ഒരിക്കൽ ദൈവമഹത്വം ആലയം വിട്ട് പോകുന്നതായി കാണിച്ചിരുന്നു. ഇപ്പോൾ ആ പോയ ദൈവമഹത്വം ഈ പുതുതായി പണിയപ്പെട്ട ആലയത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നു. ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ പ്രിയ എഗസ്കേൽ കവിണ് വീഴുന്നു. ദൈവത്തിൻ്റെ തേജസ് ആലയത്തിലേക്ക് വരുന്നു. ഒരു വലിയ മാറ്റങ്ങളിലേക്ക് അത് നീങ്ങുകയാണ്. ദൈവമഹത്വം എവിടെ? അത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുകയാണ്. ദൈവമഹത്വം എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഈ ആലയത്തിൽ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു, ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞു, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവം തൻ്റെ ശബ്ദം ജനത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് 7-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ അതിന് ചില ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമഹത്വം ആലയത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു കാലത്തും മന്ദമായി പതുക്കെ ദൈവമഹത്വം ആലയം വിട്ടുപോയി. വീണ്ടും എഗസ്കേലിൻ്റെ ദർശനത്തിൽ ദൈവമഹത്വം വീണ്ടും ഇറങ്ങി വരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ ദൈവമഹത്വമാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്നത്. എത്ര വലിയ കെട്ടിടമായിരുന്നാലും മനോഹരമായി പണിതാലും ആ കെട്ടിടത്തിനെ മനോഹാരിതയാക്കി മാറ്റുന്നത് ദൈവമഹത്വമാണ്. ദൈവമഹത്വമാണ് ഏറ്റവും വലിയ. ഗോപുരം പോലെ പണിത ആലയമായാലും ഗോപുരം പോലെ പണിത കെട്ടിടമായാലും അതിൽ ദൈവമഹത്വം ഇല്ലെങ്കിൽ അതിൽ മനോഹാരിതയില്ല. അപ്പോൾ ദൈവമഹത്വം അവിടേക്ക് ഇറങ്ങി വന്നു. എഗസ്കേൽ ദർശനത്തിലൂടെ കാണുകയാണ്. ഈ ദൈവമഹത്വം എഗസ്കേലിനോട് പല നിലകളിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഇതാണ് എൻ്റെ സിംഹാസനം ഇട്ടിരിക്കുന്ന സ്ഥലം. എൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്ന സ്ഥലം. അത് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലം എന്ന വായിക്കുന്നത്. അവിടെയാണ് ഞാൻ എന്നേക്കും നടുവിൽ വസിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം എപ്പോഴും തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം, ജനത്തിൻ്റെ ഇടയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. ഒരിക്കലും ജനത്തെ വിട്ട് എവിടെയെങ്കിലും ദൂരെ മാറി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന എപ്പോഴും ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്ന, ജനത്തോടുകൂടെ പാർക്കുന്ന ഒരു ദൈവത്തെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് ക്രൈസ്തവരാകുന്ന ദൈവമക്കളാകുന്ന നമ്മളാരും ദൈവത്തെ തേടി ഒരു സ്ഥലത്തും പോകാറില്ല. എന്നാൽ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടവരായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവമഹത്വവും ദൈവസാന്നിധ്യവും ഒക്കെ എവിടെ വരും? ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെ കൂടുമോ അവിടെയൊക്കെ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അതിവിടെ വീണ്ടും ഒന്ന് ഉറപ്പിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞ ഇസ്രായേൽ മക്കൾ നടുവിൽ വസിക്കുമെന്ന. ഇസ്രായേൽ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ജനതയാണ് ഇസ്രായേൽ മക്കൾ. എ കവനന്റ് ഓഫ് പീപ്പിൾ. അവർ പിതാക്കന്മാരുമായി യഹോവയായ ദൈവം പല പ്രാവശ്യം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവർ ലോകത്തിൽ മാറ്റപ്പെട്ടാലും ഉടമ്പടിക്ക് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. ദൈവം അവരോട് ചെയ്ത ഉടമ്പടിയും പ്രകാരം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഉടമ്പടിയിൽപ്പെട്ട ജനതയാണ്. അവരോടുള്ള നിത്യമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ആ ദേശത്തെക്കുറിച്ച് ഇതിന് മുൻപുള്ള അധ്യായത്തിൽ പറഞ്ഞത് എൻ്റെ ദേശം എന്നാണ് പറയുന്നത്. എൻ്റെ ദേശം. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഉടമ്പടിയിൽപ്പെട്ട ജനതയാണ്. അവർ പാർക്കുന്ന ദേശം ദൈവത്തിൻ്റെതാണ്. ദൈവം അവിടെ തൻ്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ആ ദേശത്തുള്ള ദൈവത്തിൻ്റെ ആദരവിനെ കാണിക്കുന്നു. ഇസ്രായേൽ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, 7-ാം വാക്യത്തിൽ വരുന്നു, ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ഗൃഹമെങ്കിലും അവർ രാജാക്കന്മാരെങ്കിലും അവിടെ പരസംഗം കൊണ്ട് പൂജാഗിരികളിലെ തൻ്റെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എന്നേക്കുമായി അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി എന്ന് വായിക്കുന്നുണ്ട്. പാപത്തിൻ്റെ ഒരു ഗൗരവമായ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നുണ്ട്. വിഗ്രഹാരാധനയുടെയും അനാദരവിൻ്റെയും അനന്തര ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്നിമിത്ത ഇസ്രായേൽ ജനത്തിനുണ്ടായ ഒരു ശക്തമായ ഒരു റിസൾട്ടിനെ കുറിച്ച്, തന്നിമിത്തം അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വസ്തുതയെക്കുറിച്ച് നൽകുന്ന ശക്തമായ ഒരു സന്ദേശം ഈ വാക്യത്തിലുണ്ട്. ആളുകളുടെ മ്ലേച്ഛതകൾ നിമിത്തം ദൈവത്തിൻ്റെ കോപം അവരെ ദഹിപ്പിക്കുവാൻ, നശിപ്പിക്കുവാൻ പ്രേരിപ്പിക്കപ്പെട്ടു. അവിടെ വായിക്കുന്നു, തങ്ങളുടെ ഉമ്മരപ്പടികളെ എൻ്റെ ഉമ്മരപ്പടികളായും തങ്ങളുടെ കട്ടളകളെ എൻ്റെ കട്ടളകളായും അവർ തീർത്തു. ഇത് ആഴത്തിലുള്ളതായ ഒരു വിട്ടുവീഴ്ചയുടെയും ആത്മീയമാകുന്ന ഒരു വിഗ്രഹാരാധന മൂലം മ്ലേച്ഛതയുടെ ഒക്കെ ഒരു ഭാവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം ചിന്തിക്കുമ്പോൾ തങ്ങളുടെ ഒരു ഉമ്മരപ്പടികളെ, തങ്ങളുടെ കട്ടളകളെ എൻ്റേതാക്കി മാറ്റി. ഒരു കാലത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കാതെ തങ്ങളുടെ വിഗ്രഹങ്ങൾക്കും ബലിപീഠങ്ങൾക്കും അർപ്പിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ അതെല്ലാം മാറി തങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാക്കി മാറ്റി എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുതുക്കി പണിത ആലയത്തിൻ്റെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും
സമീപത്തുള്ള വാസസ്ഥലത്തിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവരെ മുൻകാലങ്ങളുണ്ടായ പാപപരമായ ആചാരങ്ങൾ, അതാണ് ഉയർന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയുള്ള ബലിപീഠങ്ങൾ പണിയുക, ബലികൾ നടത്തുക. ഇതെല്ലാം നിമിത്തം ദൈവകോപം അവിടെ ജനത്തിന്റെ മേൽ വന്നു. ദൈവത്തിന്റെ പവിത്രമാകുന്ന ഈ വാഗ്ദത്തം ഞാൻ എന്നേക്കും അവരുടെ ഇടയിൽ വസിക്കും. ഈ വാക്കുകൾ വ്യക്തമായൊരർത്ഥവും നൽകുന്നത്, ദൈവം ഇസ്രായേലിനെ നശിപ്പിച്ചു എങ്കിലും ദൈവം എന്നേക്കുമായി അവരെ വിട്ടു പോയിട്ടില്ല. ഒരു സമയത്ത് ഇവർ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ നാമത്തെ അവർ നശിപ്പിച്ചു. ഞങ്ങളുടെ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രവാസത്തിൽ പോകേണ്ടത് വന്നേ എന്ന് പറഞ്ഞ് ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ പേര് അവർ താഴ്ത്തി പറഞ്ഞു. ഇപ്പോൾ ദൈവം ആ നിലയെ താഴ്ത്തി പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവരിലൂടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കതിന്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 43-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്കാം. അവർ അതിന്റെ മാതൃക അളക്കട്ടെ. അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിന്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിന്റെ രൂപമൊക്കെയും അതിന്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ അതിന്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെ ഒക്കെയും അവർ കാണുക എഴുതി വയ്ക്കുക. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. ഇസ്രായേൽ ഭവനത്തിനെ അഥവാ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ളതായ വിശദീകരണം പറയുന്നുണ്ട്. അങ്ങനെ അവർ തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കും. ദൈവം യെഹെസ്കേലിന് ഈ ദർശനം നൽകിയതിൻ്റെ ഒരു കാരണം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വാഗ്ദത്തമായിരിക്കുന്ന ആലയത്തെക്കുറിച്ചുള്ള യെഹെസ്കേലിന്റെ വിശദീകരണത്തിലൂടെ, വിവരണത്തിലൂടെ അതിൻ്റെ മാതൃക, ആ അളവ് വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ കവാടത്തിനും ഇത്രയടി നീളം, വീതി, ഭിത്തിയുടെ കനം, എത്ര മുറികൾ, ഏതെല്ലാം ഭാഗത്ത്, ഇതൊക്കെ വളരെ സവിസ്തരമായി കാണിക്കുന്നുണ്ട്. നമുക്ക് ആരംഭത്തിൽ വായിക്കുമ്പോൾ പക്ഷെ ബോറടിയായിട്ട് തോന്നും. എന്തിനാ ദൈവം ഇതെല്ലാം തന്നിരിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്ന ചിന്തിക്കും. നന്നായി പഠിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ വിവരണത്തിലൂടെയൊക്കെ ദൈവം ചെയ്യുന്നത് ചോദിച്ചാൽ, ദൈവം ഒരിക്കൽ അവരെ നശിപ്പിച്ചു. ആലയം നശിപ്പിക്കുവാൻ നെബൂഖദ്നേസറിനെ ഏൽപ്പിച്ചു. അവരോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. അത് ബ്രേക്കായിപ്പോയി. അങ്ങനെ ഉണ്ടായിരുന്നതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. നഷ്ടപ്പെട്ട, ബ്രേക്കായിപ്പോയ ദൈവസ്നേഹം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. നഷ്ടപ്പെട്ട കൃപ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. അവരെ മുറിച്ചു കളഞ്ഞ, ബ്രേക്ക് ചെയ്ത,
ഉടമ്പടി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. അപ്പൊ അവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം ബ്രേക്കായി പോയോ അതെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ടാണ് ഈ ആലയത്തിന്റെ വിശദീകരണത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ ദൈവത്തിന്റെ അളവറ്റ സ്നേഹം, ദൈവത്തിന്റെ കൃപ, ഇതെല്ലാം അതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഇതിലൊക്കെ അവർ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യം നഷ്ടപ്പെടുത്തിയതെല്ലാം ഞാൻ തിരിച്ചു തരും. ഇസ്രായേൽ ജനത്തിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ആലയത്തിന്റെ രൂപകൽപ്പനയും അവിടെ വായിക്കുന്ന അതിന്റെ ക്രമീകരണങ്ങളും അവരെ അറിയിക്കണം. ഇതൊക്കെ കേൾക്കണം. അവർ ലജ്ജിക്കും. അവരെ ലജ്ജിക്കുമ്പോൾ വീണ്ടും നീ അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവരോട് സംസാരിക്കണം. വീണ്ടും വിവരണത്തിന് വിശദാംശങ്ങൾ തന്നെ അറിയിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് ഇസ്രായേലിന് ഉറപ്പ് നൽകുകയാണ് ഇതിലൂടെ. അവരുടെ പുനഃസ്ഥാപനം യാഥാർത്ഥ്യമായിരിക്കും. ഇത് യെഹെസ്കേലിന് അവരുടെ മുൻപിൽ വളരെ സവിസ്തരമായി പ്രസ്താവിക്കണം. ഇത് പ്രസ്താവിക്കുമ്പോൾ യെഹെസ്കേലിനും പ്രവാസി സമൂഹത്തിനും ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണത്. കാരണം പ്രവാസത്തിൽ പോയിരിക്കുന്നവർ ആരംഭത്തിൽ ചിന്തിച്ചു എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോകും. ആലയമെല്ലാം നശിപ്പിക്കപ്പെട്ട് എല്ലാം തകർക്കപ്പെട്ടത് കഴിഞ്ഞപ്പോൾ ഇനി പോകുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന പ്രവാസത്തിലുള്ളവർ, പ്രവാസത്തിൽ പോയവർ ഒരുപക്ഷെ പലരും മരിച്ചുപോയി കാണാം. ഏതായാലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ്, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ്, അങ്ങനെ സമൂഹത്തിന് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന ആലയം, പുനഃസ്ഥാപിക്കപ്പെടുന്ന ദൈവസ്നേഹം, പുനഃസ്ഥാപിക്കപ്പെടുന്ന ദൈവകൃപ, പുനഃസ്ഥാപിക്കപ്പെടുന്ന ബന്ധം. ഇതൊക്കെ പ്രവാസത്തിൽ കഴിയുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു സന്ദേശമാണ്. ഒന്നുകൂടി പറയുക, ദൈവം നിങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല. അവൻ നിങ്ങളെ കൂട്ടിച്ചേർക്കും. നിങ്ങൾ പുനർനിർമ്മിക്കപ്പെടും, നിങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. നഷ്ടപ്പെട്ട ദൈവമഹത്വം വീണ്ടും അവിടേക്ക് വരും. ഇത് വെറും ഇതിഹാസ കഥകളല്ല, വെറും ഏതെങ്കിലും നേരം പോക്കിന് ചമച്ചുണ്ടാക്കുന്ന കഥയായിട്ടല്ല. പിന്നെയോ ഇത് യാഥാർത്ഥ്യമായി തന്നെ അവർക്ക് ബോധ്യം വരത്തക്ക നിലയിൽ നീതി വിശദീകരിക്കണം. ഇത് വെറും ഇതിഹാസ കഥകളല്ല. ഇതേതെങ്കിലും ഒരു കവിയുടെ മനോമുഖരത്തിൽ ഉരുത്തിരിഞ്ഞ പദപ്രയോഗങ്ങളാൽ ചമയ്ക്കപ്പെട്ടതൊന്നല്ല ഈ ആലയം. ഇത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുമെന്ന് ആ ജനത്തിന് ബോധ്യം വരത്തക്ക നിലയിൽ യെഹെസ്കേലിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു, വിശദീകരിക്കുന്നു. അത് നീ ജനത്തോട് പറയണം. അവിടെ ഹൃദയത്തിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വരണം. ആ നിലയിൽ പ്രസ്താവിക്കണം. നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ട്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവർ നശിച്ചു, എന്നേക്കുമായി ആലയം നഷ്ടപ്പെട്ടു, പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു, രാജാക്കന്മാർ നഷ്ടപ്പെട്ടു, പ്രവാസത്തിലേക്ക് പോയി, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, ചിതറപ്പെട്ടു. ഇനിയും ഇതൊന്നും അവർക്ക് ലഭിക്കത്തില്ല എന്നിരിക്കുന്ന ഒരു ജനത.
ദൈവം പോലും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന ജനത, ആ ജനത്തിൻ്റെ ഇടയിലേക്കാണ് ദൈവം എഗസ്കേലിനെ ദർശനത്തിൽ ദൈവാലയത്തിൽ ദൈവമഹത്വം വരുന്നതും അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നശിച്ചു, ഇനിയും എഴുന്നേൽക്കുകയില്ല, ഇനിയും അത് ആ സ്ഥലം ലഭിക്കുകയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം ഒരു പുതിയ ആലയത്തെക്കുറിച്ചുള്ള ദർശനം നൽകി അവരെ ഉറപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ചതഞ്ഞ ഓട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയുകയില്ല. നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, ചതഞ്ഞ ഓട ഒരിക്കലും അവൻ ഒടിച്ചു കളയില്ല, അതൊരിക്കലും കെടുത്തിക്കളയില്ല. ദൈവകോപം സങ്കീർത്തനമായി, ദൈവകോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, ഒരല്പനേരത്തേക്ക്. അവന് പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ കോപം. സന്ധ്യാസമയം ഒരല്പനേരം മാത്രം, നേരം പുലരും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്ന സന്ധ്യാസമയം കരച്ചിലും ദുഃഖമായിട്ട് ഇരുട്ട് കയറി വരുന്നു. പ്രഭാതത്തിൽ ഉഷസ്സോടുകൂടെ സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു പകലിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അല്പനേരത്തേക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. വീണ്ടും നമ്മൾ പഠിക്കുന്ന 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇത് ദേവാലയത്തിൻ്റെ നിയമമാകുന്നു, പ്രമാണമാകുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നു. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം എന്ന് പറയുന്നുണ്ട്. എഗസ്കേലിന്റെ ആലയത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് പറയുന്നു. ആലയത്തിന്റെ പ്രമാണം, അടിസ്ഥാന തത്വം എന്താണെന്ന് പറയുന്നു. അത് വിശുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, പർവ്വതത്തിന് മുകളിൽ അതിൻ്റെ അതിർത്തികളൊക്കെയും അതിർത്തിക്കകമൊക്കെയും അതിവിശുദ്ധമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എഗസ്കേലിനെ ദൈവം ദർശനത്തിൽ കൊണ്ടുപോകുമ്പോൾ ആദ്യം കണ്ടത് ഒരു പട്ടണം പോലെയാണ് കണ്ടത്. ദൈവത്തിൻ്റെ ആലയം, പണിയപ്പെട്ട ആലയം. അവിടെ ദൈവിക നിയമം 2 തവണ ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ പ്രമാണം ഇന്നതാ, വിശുദ്ധിയാണ് അതിൻ്റെ പ്രമാണം. മലമുകളിൽ ചുറ്റുമുള്ള മുഴുവൻ പ്രദേശങ്ങളും അതിവിശുദ്ധമാണ്. ദൈവമഹത്വത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധിയിൽ നിലനിൽക്കുന്നു. പുതിയ പണിയപ്പെട്ട ആലയത്തിന്റെ വിസ്തീർണം ശലോമോൻ പണിത ആലയത്തിന്റെ വിസ്തീർണത്തെക്കാൾ വിശാലമേറിയ അനുഭവത്തിലാണ്. അവൻ എടുത്തു പറയുന്നു, ഈ സ്ഥലം മുഴുവൻ, അതിർത്തിക്കകം മുഴുവൻ വിശുദ്ധമായിരിക്കണം. മലയുടെ മുകൾ ഭാഗം ഇതിൽ ഉൾപ്പെടുന്നു. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അത് വിശുദ്ധമായിരിക്കണം. ആലയത്തിന്റെ പ്രമാണമതാ. എഗസ്കേലിന് ദൈവം കാണിച്ചു കൊടുത്ത ആലയത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് അതിർത്തിക്കകം മുഴുവൻ വിശുദ്ധമായിരിക്കണം. പഴയ നിയമത്തിലെ കുറിച്ച് പറയുന്ന, പഴയ നിയമത്തിലെ പണിയപ്പെട്ട എഗസ്കേലിൻ്റെ
കാണിക്കപ്പെട്ട ആലയത്തെക്കുറിച്ച് പറയുന്നതാണ്. നമുക്കറിയാം, സമാഗമന കൂടാരം വിശുദ്ധമായിരുന്നു ദൈവത്തിൻ്റെ. എല്ലാവർക്കും കയറാൻ ഒക്കത്തില്ല. പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലം വരെ കയറാം, അതിപരിശുദ്ധ കയറാൻ ഒക്കത്തില്ല. ജനത്തിന് വിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തില്ല. അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പോകാമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. പൗലോസ് പറയും, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ ശരീരം വിശുദ്ധമല്ലോ. എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അവൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം. കൈപ്പണിയായ ദേവാലയങ്ങൾ ദൈവം വസിക്കുന്നില്ല. ദൈവം വസിക്കുന്നത് നമ്മുടെ കൂടാരത്തിൻ്റെ അകത്ത്, ഈ ശരീരത്തിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത്. അത് വിശുദ്ധമായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ദൈവത്തിന് മന്ദിരമല്ലോ, അത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ, ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒന്നുണ്ട് ചിന്തകളുണ്ട്. ലോകത്തിൻ്റെ മോഹങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തെ മുഴുവൻ നിറച്ചിട്ട് നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെന്നില്ല. നമ്മൾ പാടിയാൽ ആ പാട്ട് ദൈവം അംഗീകരിക്കണമെന്നില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശരീരം വിശുദ്ധമായിരിക്കണം. ലോകത്തിൻ്റെ സകല മോഹങ്ങളും തേടി അതെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കി അതെല്ലാം ഹൃദയത്തിനകത്ത് നിറച്ചിട്ട് വന്നിട്ട് എത്ര വലിയ പാട്ടുകൾ പാടിയാലും ഏതെല്ലാം നിലയെ പ്രാർത്ഥിച്ചാലും ദൈവം അത് അംഗീകരിക്കത്തില്ല. ജനികമാകുന്ന ഉല്ലാസത്തിൽ ജീവിച്ചിട്ട് നാം എന്തിനു വേണ്ടി പുറപ്പെട്ടാലും ദൈവം അതിൽ വസിക്കുകയില്ല. നാം നന്നായി യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ ശരീരം നിനക്ക് ദൈവം ദാനമായി തന്നതാണ്, ദൈവത്തിന് വസിക്കുവാൻ. പക്ഷെ ലോകത്തിന് സകല മോഹങ്ങളും തേടി സകല ജനീയ ഉല്ലാസത്തിന് വേണ്ടി പോയിട്ട് ഹൃദയത്തിൻ്റെ അകത്തെല്ലാം നിറച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നൊരു ചിന്തയുണ്ട് വചനത്തിൽ പ്രകാരം. ഒരിക്കൽ മനുഷ്യന്മാരുടെ യേശുവിനോട് ചോദിച്ചു, ഒരു നാണയം കാണിച്ചു ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അതിൻ്റെ മേലെഴുത്ത്, അതിൻ്റെ സ്വരൂപം ആരുടേത്? അവർ പറഞ്ഞു, ഇത് മേലെഴുത്തും സ്വരൂപവും കൈസറുടേതാണ്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ള കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനുമായിരിക്കണമെന്ന്. അത് കൈസർക്കുള്ള പറയാൻ അതിലെഴുതിക്കുന്ന മേലെഴുത്ത് കൈസറുടേതാകിയാൽ അത് കൈസർക്കുള്ളതാണ്, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ വരാനുള്ളതല്ലാതെ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഒരു നാണയത്തെ നോക്കി ഈ നിലയിൽ പറഞ്ഞു എങ്കിൽ, ജീവനില്ലാത്തൊരു നാണയം എന്ന് പറഞ്ഞാൽ കൈസർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നൊന്നും ആലയത്തിൻ്റെ അകത്ത് വരല്ലെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആലയത്തിനൊരു മേലെഴുത്തുണ്ട്, ഈ ആലയത്തിനൊരു സ്വരൂപമുണ്ട്. ആ സ്വരൂപം കൈസറുടേതുമാണെങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദിക്കുവാൻ കഴിയത്തില്ല. അതിലെ മേലെഴുത്ത് കൈസറുടേതാണെങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ
എങ്ങനെയും ജീവിക്കാം, ഒന്നും നമുക്ക് ബാധകമല്ല. കൃപയുടെ സുവിശേഷവും അങ്ങനെയുള്ള കുറെ സുവിശേഷങ്ങൾ കൊണ്ട് നിറച്ചിട്ട് ജനത്തെ പഠിപ്പിക്കുന്നത് എങ്ങനെയും ജീവിക്കാം. കൃപയുടെ സുവിശേഷം. ദൈവം അതെല്ലാം ക്ഷമിച്ചോളും. ശരിയാ, ദൈവം ക്ഷമിച്ചോളും. പക്ഷെങ്കിൽ അതിനകത്ത് എനിക്ക് മേലെടുത്താരുടേതേ, അതിൽ സ്വരൂപമാരുടേതേ. നിന്റെ ഹൃദയത്തിനകത്ത് ലോക ഇച്ഛകളും അതിൻ്റെ ഇമ്പങ്ങളും അതിൻ്റെ ആയിരിക്കുന്ന അനുഭവങ്ങളോട് കൂടി മുന്നോട്ട് പോയാൽ ദൈവത്തിന് അതിൽ പ്രസാദിക്കാൻ കഴിയത്തില്ല എന്നൊരു യാഥാർത്ഥ്യം ഈ രാത്രി ഞാൻ ഓർപ്പിച്ച് ഈ വചനത്തിൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ആലയം ദൈവത്തിന് വിശുദ്ധമാകിയാൽ ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്. ഇതിനകത്ത് മാലിന്യം കയറാതെ വണ്ണം, ഇതിൽ കൈസരുടെ സ്വരൂപം വരാതെ വണ്ണം, അവന്റെ മേലെടുത്ത് വരാതെ വണ്ണം, ദൈവത്തിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരായി ജീവിക്കുവാൻ, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരും ഒരുക്കിയെടുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കതിനെ 13 മുതൽ 17 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. മുഴപ്രകാരം യാഗപീഠത്തിന്റെ അളവ് ആവിത്: മുഴം ഒന്നിന് 1 മുഴവും 4 വിരലും, ചുവട് 1 മുഴം, വീതി 1 മുഴം, അതിന്റെ അകത്ത് ചുറ്റുമുള്ള വക്ക് 1 ചാൺ. യാഗപീഠത്തിന്റെ ഉയരമാവിത്: നിലത്തെ ചുവട് മുതൽ താഴത്തെ തട്ട് വരെ 2 മുഴവും വീതി 1 മുഴവും, താഴത്തെ തട്ട് മുതൽ വലിയ തട്ട് വരെ 4 മുഴവും വീതി 1 മുഴവുമായിരിക്കണം. ഇങ്ങനെ മേലത്തെ യാഗപീഠം 4 മുഴം, യാഗപീഠത്തിന്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് 4 കൊമ്പുണ്ടായിരിക്കണം. യാഗപീഠത്തിന്റെ അടുപ്പിന്റെ നീളം 12 മുഴവും വീതി 12 മുഴവുമായി സമചതുരമായിരിക്കണം. അതിന്റെ 4 പുറവുമുള്ള തട്ട് 14 മുഴം നീളവും 14 മുഴം വീതിയും, അതിന്റെ ചുറ്റുമുള്ള വക്ക് 1/2 മുഴവും ചുവട് ചുറ്റും 1 മുഴവും ആയിരിക്കണം. അതിന്റെ പതനങ്ങൾ കിഴക്കോട്ടായിരിക്കണം. ഇവിടെ ദഹന യാഗപീഠത്തെ കുറിച്ച് പറയും, യാഗത്തിന്റെ പീഠത്തെ കുറിച്ച് പറയുകയാണ്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ്, ആലയത്തിന്റെ കയറി ചെല്ലുന്ന എൻട്രൻസിൽ കാണുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ, ആദ്യത്തെ ആലയത്തെ ഉപകരണം എന്ന് പറയുന്നത് യാഗപീഠമാണ്. ഇവിടെ ഇപ്പൊ യാഗപീഠത്തെ കുറിച്ച് പറയുകയാണ്. അതിന്റെ അളവുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ദൈവം വസിക്കുന്ന സാന്നിധ്യത്തിന്റെയും ദൈവിക വാക്തത്വങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണം പറഞ്ഞതിന് ശേഷം യഗസ്കേൽ യാഗസ്ഥലത്തെ കുറിച്ച് വിവരിക്കുകയാണ്. ഇവിടെ ഇനി യാഗസ്ഥലത്തെ കുറിച്ച് പറയും, യാഗപീഠത്തെ കുറിച്ച് പറയുന്നു. അതിന് ഇത്ര അടി നീളം, വീതി, അതിന്റെ ചുവട് ഭാഗം, മുകൾ ഭാഗം ഒക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലെ യാഗപീഠം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ക്രൂശിനെ കാണിക്കുകയാണ്. നമ്മൾ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ക്രൂശിലെ യേശുവിനെ മശിഹയുടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ യാഗപീഠം ദൈവത്തിന്റെ യാഗപീഠത്തെ, ആമി ക്രൂശിനെ കാണിക്കുന്നു. ദൈവത്തിന്റെ ക്രൂശീകരണം, യേശുവിന്റെ ക്രൂശീകരണത്തെ കാണിക്കുന്നു. മശിഹയുടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു ദൗത്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഈ യാഗപീഠത്തെക്കുറിച്ച് പല വേദപണ്ഡിതന്മാരും പല നില വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഇത് ബാബിലോൺ ബലിപീഠവുമായി സാമ്യമുണ്ട് എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും അങ്ങനെയല്ല പറയുന്നത്. അതിലൊരു പണ്ഡിതൻ, ബ്ലോക്ക് എന്ന് പറയുന്ന പണ്ഡിതൻ ഇങ്ങനെയാ പറയുന്നത്: ബാബിലോൺ ബലിപീഠത്തെക്കാൾ ഏറ്റവും കൂടുതൽ സാമ്യം തോന്നിക്കുന്നത് സോളമൻ രാജാവ് പണിത ആലയത്തിൻ്റെ അകത്ത് യാഗപീഠവുമായിട്ടാണ് ഏറ്റവും അധികം സാമ്യം തോന്നിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ പ്രവാസത്തിന് മുൻപുള്ള ബലിപീഠവുമായി നേരിട്ടുള്ളതായ ഒരു വിവരണമാണ് കാണാൻ കഴിയുന്നത്. ഒരു പുരാതന രേഖയോ അതിനെ വിവരിക്കുന്ന പാരമ്പര്യത്തെയോ ഈ യാഗപീഠം പ്രതിഫലിപ്പിക്കുന്നു. പുരാതന കാലഘട്ടം മുതൽ യെരൂശലേം ദേവാലയങ്ങളിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ സോളമന്റെ കാലഘട്ടത്തിൽ കണ്ടതായ, പണിയപ്പെട്ടതായ യാഗപീഠവുമായി സാമ്യമുള്ളതായിട്ടാണ് വേദപണ്ഡിതന്മാർ നന്നായി അഭിപ്രായപ്പെടുന്നത്. ഏതായിരുന്നാലും ശരി, ഒരു കാര്യം വാസ്തവം, ഈ ആലയം വരാൻ പോകുന്ന ആലയമാണ്. ഇതുവരെയും ഈ ആലയം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇത് സഹസ്രാബ്ദ കാലഘട്ടത്തിൽ പണിയപ്പെടാൻ പോകുന്ന ആലയമാണെന്ന് പറയപ്പെടുന്നു. എന്തായിരുന്നാലും ശരി, യെഹെസ്കേലിന് ദൈവം അത് കാണിച്ചു കൊടുക്കുന്നു. ഇതുപോലൊരു ആലയം ഇതുവരെ പണിതിട്ടില്ല. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഈ യാഗപീഠം യേശു ക്രിസ്തുവിന്റെ യാഗത്തെ കാണിക്കുന്നു. അതിലൂടെ വരാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ആലയത്തിന്റെ വിവരണത്തിൽ എന്നപോലെ അതിൻ്റെ അളവ്, അതിൻ്റെ ഘടന, ഇതൊക്കെ മനസ്സിലാക്കാൻ നിരവധി നിലയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത് വെറും ഊഹാഭോഗങ്ങളല്ല, വെറും ഇതിഹാസമല്ല ഞാൻ ഈ പറയുന്നത്, കഥകളല്ല. ഇത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി പണിയപ്പെടും. അവരെ പുനഃസ്ഥാപനത്തെ കാണിക്കുന്നു. അവർ പുനഃസ്ഥാപിക്കപ്പെടും. അവരുടെ ഉടമ്പടി പുനഃസ്ഥാപിക്കപ്പെടും. അവരോടുള്ള സ്നേഹം പുനഃസ്ഥാപിക്കപ്പെടും. അവർ എൻ്റെ ജനമായി തീരും. അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഈ വിശുദ്ധീകൃതമൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്ക് ഈ രാത്രി അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഒന്ന് നാം ഓർത്തുകൊള്ളണം, തൻ്റെ കോപം കൊണ്ട് നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും മറു സൈഡിൽ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം. ചതഞ്ഞ ഓട ഒടിക്കയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയില്ല. ഒരല്പനേരത്തേക്ക് മാത്രമുള്ള ദൈവകോപം, എന്നാൽ അവൻ്റെ പ്രസാദ ജീവവിരുദ്ധമുള്ളതാക്കിയാൽ ദൈവത്തെ കോപിപ്പിക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വം ദൈവത്തിന് അർപ്പിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആലയം നമ്മുടെ ശരീരമാകിയാൽ അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ നമുക്ക് സൂക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.